ഹായ് ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു സെഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ RRB JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം വന്നില്ല, അപ്പോൾ ഇനി വന്ന് ഏത് മാസം വരും എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കി തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാവരും നോട്ടീസ് വന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 27-ന് നോട്ടീസ് വരും. അതേപോലെ തന്നെ 29-ാം തീയതി ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ ഒരു നോട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ആ നോട്ടീസ് എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് ആ ഡേറ്റിന് എല്ലാ സോൺ വൈസ് വേക്കൻസീസിനും ഒക്കെ ഒരു അപ്ഡേറ്റ് വരും. അതെ 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 അതായത് ഓരോ സോണിലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എത്ര വേക്കൻസി, ചെന്നൈയിൽ എത്ര വേക്കൻസി വരുന്നുണ്ട്, ബ്രാഞ്ച് വൈസ് കാറ്റഗറി വൈസ് ഏത് കാറ്റഗറിയിലാണ് അൺറിസർവ്ഡ് OBC അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടും കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം മാത്രമേ അവർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചാടി കയറി അപ്ലൈ ചെയ്യരുത് എന്നുള്ളതാണ് അവിടെ. സോണൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വൈസായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സോൺ ആദ്യം സെലക്ട് ചെയ്യാം. പിന്നെ അതിലും വേക്കൻസീസ് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ വെച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓരോ കാര്യത്തിലും. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ RRB JEEൻ്റെ ഓരോ പോസ്റ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ. ഇപ്പോൾ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷന്, അതേപോലെ തന്നെ ട്രാക്ക് മെഷീൻ, അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ്റെ ടൈമിലാണെന്നുള്ളത് പല ആൾക്കാർക്ക് അറിയത്തില്ല. അത് പ്രിഫറൻസ് കൊടുക്കുമ്പം എങ്ങനെയോ കൊടുത്ത് പോയിട്ട് പിന്നെ സെലക്ട് ആയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അയ്യോ നമ്മൾ ഇതാണോ 1 കൊടുത്തത് 2 കൊടുത്തതെന്ന്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നതിന് ശേഷം കൊടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഒരു സർട്ടൻറ്റി ഉണ്ട്, അതായത് എക്സാം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളൊരു കാര്യം. അപ്പം ഇനി പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാം? അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഒരു ടൈമിനെ കുറിച്ച് തന്നെ പറയാം. ഇപ്പം 30-ാം തീയതി വന്നു കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഓഗസ്റ്റ് ഫുൾ ഉണ്ടാവും. പിന്നെ ഒരു 3 മാസമെങ്കിലും കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ 100 ഡേയ്സ് മിനിമം 100, അതിൽ കൂടാനേ സാധ്യതയില്ല, കുറയാൻ ഒരിക്കലും സാധ്യതയില്ല. ഒരു 3 മാസം എന്തായാലും നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടും. സോ ആ 3 മാസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇനി നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. മിസ്സിൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും ഒരു 3 മാസം കിട്ടുകയാണെങ്കിൽ എക്സാമിന്? നമുക്കൊരു 100 ഡേയ്സ് മിനിമം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ CBT 1 എന്തായാലും പ്രൈം ഫോക്കസ് കൊടുക്കണം. കാര്യം പലർക്കും നോൺ ടെക്നിക്കൽ വീക്കാണ്. അപ്പോൾ അത് സ്ട്രോങ് ആക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ CBT 1 മാത്രം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് CBT 1-ഉം CBT 2-ഉം തമ്മിൽ ഗ്യാപ്പ് വളരെ കുറഞ്ഞ ഗ്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CBT 1-നോടൊപ്പം തന്നെ പാരലലി CBT 2, അതായത് ടെക്നിക്കൽ പോർഷൻസും കൂടി കവർ ചെയ്ത് ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മിസ്, എനിക്കൊരു ചോദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു നമ്മൾ ആ നോട്ടീസ് വന്ന് ആ ദിവസം ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ദിവസം എന്തായാലും കിട്ടും. കാര്യം നമുക്ക് 100 ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 100 ഡേയ്സ് നമ്മൾ സിൻസിയറായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. 100 ഡേയ്സ് എന്ന് പറയുന്നത് RRB JEE പോലൊരു എക്സാമിന് എന്താണ് ഇനഫ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ നമ്മളൊരു PSCയോ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു 3 മന്ത് ടൈം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സഫീഷ്യൻറ്റ് ടൈമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനെ കുറച്ചുകൂടി കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ളതാണ്. കോൺസെപ്റ്റ് പഠിച്ചു വരുമ്പോൾ തന്നെ ഈ 3 മാസം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയാൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എക്സാമിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 2 ടയർ എക്സാമാണ് ഉണ്ടാവുക, CBT 1 അതേപോലെ തന്നെ CBT 2. അപ്പോൾ CBT 1-ൽ ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതി എന്നൊക്കെയുള്ള ചിന്ത കുറേ പേർക്ക് ഉണ്ടാവുക. മതിയല്ലോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ കാര്യമല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതാൻ പോകുന്നത് CBT 1 ആയിരിക്കും. കാരണം അപ്ലൈ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും CBT 1 എഴുതാം. CBT 2 എന്ന് പറയുന്നത് വേക്കൻസിൻ്റെ എനിക്ക് തോന്നുന്നു 15 ടൈംസ് ആണെന്ന് തോന്നുന്നു ആ ഒരു നമ്പർ, സ്ക്രീനിങ് ചെയ്യുന്നത്. അതായത് അതെ അതെ ഒരു 15 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത് വേക്കൻസീസ് CBT 2-ൽ ഉണ്ടാവുക. അപ്പോൾ അത്രയും ആളുകളെ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിയാം ആ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ഹൈ ആയിട്ടുള്ളൊരു കട്ട് ഓഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കട്ട് ഓഫിനെ കുറിച്ച് പറയല്ല, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് CBT 1 ഇപ്രാവശ്യവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം കറക്റ്റ് ഈ സമയം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ജസ്റ്റ്
പാസ്സായിട്ടുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് അവരും കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, 2024 പാസ് ഔട്ട്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പം വേക്കൻസീസ് കഴിഞ്ഞ തവണ അപേക്ഷിക്കുമ്പോൾ കുറവാണ്. ആപ്ലിക്കൻസ് അതുപോലെ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ CBT 1-ന്റെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്, പല എക്സാംസിലും നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂടുതൽ ബോധർ ചെയ്യരുത്, വറി ചെയ്യരുത്. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ശരിക്കും ഒരു വേക്കൻസി ആണെങ്കിൽ നമുക്ക് ഉള്ളതാന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് CBT 1 എക്സാമിനെ കുറിച്ച്. ഇനി CBT 2 ആണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ആവുമല്ലോ, നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു എന്താ പറയാ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ടൈമാണ് അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു CBT 2-ൽ ടെക്നിക്കൽ കണ്ടന്റ് എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കിയാലും ഒരുപാട് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ചോദിക്കാറില്ല. ഇലക്ട്രിക്കലിൽ ഒരിക്കലും ഞാൻ അത്രത്തോളം ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് സിവിലും അങ്ങനെ കണ്ടിട്ടില്ല. ഒരുവിധം ബേസ് ലെവലിലെ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുക. പിന്നെ ഉള്ള മെയിൻ CBT 1 എടുത്താലും 2 എടുത്താലും മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ് അല്ലേ. ടൈം ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ 150 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ 150 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ്സ് അല്ലേ, 120 മിനിറ്റ്സ്. മറ്റേത് 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് കിട്ടുന്നില്ല. 1 മിനിറ്റ്, ലെസ് ദാൻ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിലൂടെ പോകണം. സംഭവം ടോപ്പിക്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. 8, 9, 10-ന്റെ ബേസിക് NCERT മതി CBT 1-ന്. പക്ഷെ എന്നാൽ പോലും ആ ടൈമിനുള്ളിൽ അത് സ്പീഡായിട്ട് അക്യുറേറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ പോലും ഈ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പരമാവധി എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമൽ മെത്തേഡിലും ചെയ്യാം, ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഈ ഷോർട്ട് കട്ടിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു എക്സാമാണ്. ഉറപ്പായിട്ടും. അതെ, SSC ആണെങ്കിലും RRB ആണെങ്കിലും ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ മാക്സിമം സ്പീഡ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ കാണേണ്ടത്. ഒരു ചോദ്യമുള്ള സാറേ, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് കട്ട്സ് സെൽഫ് സ്റ്റഡിയിലൂടെ എത്രത്തോളം പ്രാക്ടിക്കലി അത് പോസിബിൾ ആണ്? സെൽഫ് സ്റ്റഡിയിലൂടെ ശരിക്കും നമ്മൾ ഒരിക്കലും സെൽഫ് സ്റ്റഡി നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്ത് പറയല്ല. സെൽഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ ടൈം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സെൽഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അതോട് വേണം. അതായത് നമുക്ക് ഈ ജോബ് വേണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി മതി എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. സെൽഫ് സ്റ്റഡി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ചിലർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അതെല്ലാം ഒഴിവാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻട്രീൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഡ്യുവൽ മെൻറ്റർഷിപ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, RRB JEEക്ക് വേണ്ടി കൊടുക്കുന്നത് അല്ലേ. അതായത് ഒരു പ്രോപ്പറായിട്ട് ഒരു മെൻറ്റർ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻസുകളൊക്കെ ആയിട്ട് വീണ്ടും ഒരു മെൻറ്റർഷിപ്പ് കൂടി നിങ്ങൾക്ക് ഡ്യുവൽ മെൻറ്റർഷിപ്പായിട്ട് ലഭിക്കുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഓൾറെഡി കംപ്ലീറ്റ് ആയി CBT 2 അതെ അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ആളുകളുണ്ട്. അവർ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന ആളുകൾ ഒട്ടും പേടിക്കുകയൊന്നും വേണ്ട. അതേപോലെ പാസ് ഔട്ട് ആയ ആളുകൾക്കൊന്നും അത്ര സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരിപ്പം പാസ് ഔട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആയിരിക്കും അവർ. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഈ അവസരം ക്രാക്ക് ചെയ്യാൻ നമുക്ക് എൻട്രിയോടൊപ്പം ഒരുമിച്ച് നിന്ന് പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കാം. 2024 നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം 7,000+ വേക്കൻസീസ് നമുക്കുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഫുൾ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.